കഞ്ചിക്കോട് മദ്യക്കമ്പനി കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചപ്പോ മുതല് ആകെ പ്രതിഷേധമായിരുന്നു. മദ്യക്കമ്പനി വരട്ടെ എന്ന് ഒരു വിഭാഗം, ഇതൊന്നും ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് വേറെ വിഭാഗം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലാണ് അടിയെന്ന്. നെഹി, അപ്പുറത്തുള്ള ചിലവർക്കും ഇപ്പുറത്തുള്ള ചിലവരുടെ ഈ തീരുമാനത്തോട് യോജിപ്പാണ്. പുരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കുടിവെള്ളം കളറാവോ? മന്ത്രിമാരൊക്കെ വട്ടം കൂടിയിരുന്ന് ആ തീരുമാനം അങ്ങോട്ട് പാസ്സാക്കിയിട്ടുണ്ട്. പാലക്കാട് കഞ്ചിക്കോട് മദ്യക്കമ്പനി വരുന്നു. കുടി വെള്ളാണല്ലോ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ സർക്കാർ കണ്ടറിഞ്ഞു തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. കഞ്ചിക്കോട്ട് പുതുതായി എത്തനോൾ നിർമ്മാണ പ്ലാന്റ് ആരംഭിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ കട്ടൻചായയും പരിപ്പോടയും കഴിച്ച് വട്ടം കൂടി എടുത്ത തീരുമാനം എലപ്പുള്ളി പഞ്ചായത്ത് മാത്രം അറിഞ്ഞില്ലല്ലോ. LDF-ന്റെ 8 അംഗങ്ങളില്ലേ പഞ്ചായത്തില്? എന്നിട്ട് എന്താ അവരെ മാത്രം കാര്യങ്ങളൊന്നും അറിയിക്കാഞ്ഞേ? ഞങ്ങളെ ഈ സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതി എന്റെ വാർഡിൽ വരുന്ന കാര്യം, ബ്ലൂബെറി വരുന്ന കാര്യം എനിക്കറിയില്ല. അതാണ് ഞാൻ ബോർഡിലും പറഞ്ഞത്. അത് BJP-ക്കാരെ പ്രതിഷേധമായി പറയേണ്ട കാര്യമൊന്നുമില്ല. അറിയാത്ത കാര്യം തന്നെയാണ് പറയാനുള്ളത്. വെള്ളം കൂടിയാണല്ലോ പ്രശ്നം. ഈ രാജേഷേട്ടന്റെ ഓരോ ലീലാവിലാസങ്ങൾ കാരണം ശരിക്കും വെള്ളം കുടിക്കുന്നത് എലപ്പുള്ളി പഞ്ചായത്തിലെ സഖാക്കളാണ്. കഴിഞ്ഞ ദിവസം എന്ത് നിലപാട് പറയണമെന്ന് അറിയാണ്ട് പാവങ്ങൾ ശരിക്കും വെള്ളം കുടിച്ചു. അങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്കാര് ജനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. ഞങ്ങൾക്ക് അതുമായിട്ട് അത് വരണമെന്നുമില്ല, വരണ്ടെന്നുമില്ല. കമ്പനി വരാണ്ടിരിക്കേ എന്തു ടച്ച് ചെയ്തു ഞങ്ങളോടൊന്നും ചോദിക്കേണ്ടെന്ന് പറഞ്ഞ് കൈമലർത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആവുന്ന കണക്കൂട്ടി. പക്ഷേ യഥാർത്ഥ പ്രശ്നങ്ങളുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. സർക്കാർ ഒരു തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം എതിർക്കുന്നതിന് മുന്നേ തന്നെ എതിർക്കാന്നുള്ളതാണല്ലോ CPI-യുടെ ഒരു ശീലം. അതിപ്പോ സംസ്ഥാന നേതൃത്വമായാലും പ്രാദേശിക നേതൃത്വമായാലും ഒക്കെ മാത്തമാറ്റിക്സ് തന്നെ. അത് എലപ്പുള്ളി പ്രദേശം എന്ന് പറഞ്ഞാൽ ജലദൗർലഭ്യം കൂടുതലുള്ള സ്ഥലമാണ്. ജലം ഉപയോഗിച്ചാണ് ഇവിടുത്തെയുള്ള ഗ്രൗണ്ട് വാട്ടറാണ് ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനെ ശക്തമായി CPI എതിർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കുടിവെള്ളക്ഷാമം ഇല്ലാന്ന് എലപ്പുള്ളിയിലെ CPIM. അങ്ങനെയല്ല, അവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടെന്ന് എലപ്പുള്ളിയിലെ CPI. ജനങ്ങളുടെ ആശങ്ക എപ്പോഴും തീർക്കണം. ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ സർക്കാർ നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക തീർക്കണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. പിന്നെ ഘടകകക്ഷികളുടെ വാക്കിന് പണ്ടും ഇപ്പോഴും വലിയ വില കൊടുക്കാത്തോണ്ട് ഞങ്ങളുടെ കോൺഗ്രസിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആരും എതിർക്കും എന്നുള്ളതല്ല. ഗവൺമെന്റ് നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് സമീപനം ഗവൺമെന്റ് പറയും. ആ ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടി കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ സ്വന്തം മുന്നണിക്കകത്തെ പ്രതിഷേധത്തിന്റെ സ്വരൊക്കെ നൈസായി അടിച്ചമർത്താൻ നോക്കുമ്പോഴാണ് അങ്ങകലെ വേറൊരു പ്രതിഷേധത്തിന്റെ കാഹളം മുഴങ്ങുന്ന ഒച്ച കേട്ടത്. BJP രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തെങ്കിലും ആരോപണത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ അന്ന് തന്നെ അത് പരിശോധിക്കാനും നടപടി സ്വീകരിക്കാനും കഴിയുന്നതാണ്. ഉന്നയിച്ച ഒരാരോപണവും തെളിയിക്കാതെ ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുക എന്നുള്ള രീതിയാണ് സ്വീകരിക്കുന്നത്. എന്തൊക്കെ ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും പ്ലാൻ A തൊട്ട് പ്ലാൻ Z വരെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും ബ്രൂവറി ഇവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല മക്കളെ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ജീമാര്. ഈ പ്രതിഷേധത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ചിരിക്കാനും ഞെട്ടാനും റെഡി ആയിട്ടിരുന്നു. അപ്പൊ സർക്കാരിന്റെ ബ്രൂവറി പദ്ധതിക്കെതിരായ ജീമാരുടെ പ്രതിഷേധമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. BJP ജനങ്ങൾക്കൊപ്പമാണ്, പാലക്കാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ്, എലപ്പുള്ളി പഞ്ചായത്തിലെ കർഷകർക്കൊപ്പമാണ്, ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പമാണ്. ഈ പ്ലാന്റ് ഇവിടെ വരാൻ കോൺഗ്രസും CPM ഒന്നിച്ചു നിന്നാൽ പോലും ഞങ്ങൾ ഈ പ്ലാന്റ് ഇവിടെ വരാൻ സമ്മതിക്കില്ല. പ്ലാന്റ് ഇവിടെ വരണമെന്നുണ്ടെങ്കിലേ ജീമാരുടെ ചോര വീഴൂടെ. അല്ലേ ഏതൊരു ടൈപ്പ് കമ്പനിക്ക് അനുമതി കൊടുത്തിട്ട് മദ്യ കമ്പനി ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. അല്ല കൃഷ്ണകുമാർജി, ഈ ഒയാസിസ് അത്ര മോശം കമ്പനിയാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, ഒയാസിസ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിയാണെന്നാണ് മന്ത്രി പറയണത്. മന്ത്രിയുടെ എന്ത് വാദമാണത്? എത്തനോൾ പ്ലാന്റിനാണ് കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്തനോൾ പ്ലാന്റ് ആണ് ആദ്യം ആരംഭിക്കാൻ പോകുന്നത്. എത്തനോൾ പ്ലാന്റിന്റെയും ENA പ്ലാന്റിന്റെയും മറവിൽ ഇവിടെ സംസ്ഥാന സർക്കാർ മദ്യക്കമ്പനിക്ക് അനുമതി കൊടുത്തിരിക്കുക. ബോട്ട്ലിംഗ് ആണ് ആദ്യം വരുന്നത്. രണ്ടാം ഘട്ടമാണ് സർക്കാരിന്റെ ഓർഡറിൽ പോലും പറയുന്നത് എത്തനോൾ നിർമ്മിക്കുന്ന പ്ലാന്റിന്റെ കാര്യം. ഉരുളുന്നുണ്ട്. അങ്ങനെ സർക്കാരിന്റെ ബ്രൂവറി പദ്ധതിക്കെതിരെ ജീമാരിങ്ങനെ പ്രതിഷേധം കത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു അവതാരം പൊട്ടി വീഴുന്നത്. BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ. ആ പ്രതിഷേധം ദേശീയ തലത്തേക്കൊക്കെ വ്യാപിപ്പിച്ച് ഹീറാവാനായിരിക്കില്ലേ? നടക്കട്ടെ. നരേന്ദ്രമോദി സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി അനുവദിച്ചപ്പോൾ കഞ്ചിക്കോട് മേഖലയിൽ വ്യവസായ മേഖല സ്ഥാപിക്കണം എന്നാണ്. ഇന്ന് വ്യവസായ മേഖല കഞ്ചിക്കോട് മേഖല മുട്ടുസൂചി ഉണ്ടാക്കുന്നത് മുതൽ എല്ലാ വ്യവസായശാലകളും വരണം. എല്ലാ വ്യവസായശാലകളും വരും. മുട്ടുസൂചി അറവുശാല വരും. ഇതിനൊക്കെ എതിർക്കാൻ നിന്നാൽ ഇതെന്താ ഇങ്ങനെ? മുട്ടുസൂചി മുതൽ അറവുശാല വരെ എല്ലാ വ്യവസായങ്ങളും വരട്ടെന്നാ? അയ്യോ ശിവരാജേട്ട് പറഞ്ഞത് തെറ്റിപ്പോയി. ജീമാർ അങ്ങനെയല്ല പറയേണ്ടിരുന്നത്.
ഓയസിസ് കമ്പനിയെ സംബന്ധിച്ചോളം അവരൊരു പൂ ചോദിച്ചു. സംസ്ഥാന സർക്കാർ അവർക്ക് നൽകിയത് ഒരു പൂന്തോട്ടം. പൊതുജനങ്ങൾക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി ഓയസിസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി മാറിയോന്നാണ്. കേട്ടോ, ഇതിങ്ങനെ വേണം പറയാൻ. ശിവരാജൻജിക്ക് നാക്കുപിഴ വന്നാണേ എല്ലാരും നിക്ഷേപിക്കണം. മാറ്റി പറഞ്ഞു. പിന്നെ വ്യവസായ കാര്യങ്ങൾ വരുന്നതിൽ നമ്മൾ കൊടികുത്തി സമരം ചെയ്താൽ, പണ്ട് CPM-ന്റെ സമരം കൊണ്ടാണ് കേരളത്തിലെ വ്യവസായ കേന്ദ്രം മുഴുവൻ തകർന്നത്. ഇപ്പോൾ ആ പണി കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് അല്ല, BJP. കോൺഗ്രസിനേക്കാൾ ശക്തമായി പ്രതിഷേധം നടത്തുന്നത് BJP ആണ്. ശിവരാജൻജി അതൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അതായത് N ശിവരാജൻ പറഞ്ഞു വരുന്നത് മോദിജിയുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി വരുന്നതെന്ന്. സന്തോഷായില്ലേ ജിമാരെ? മോദിജിക്ക് മാത്രല്ല, ഗോവിന്ദ മാഷിനും N ശിവരാജന്റെ അഭിനന്ദനുണ്ട്. ഗോവിന്ദ മാഷിനും മഴവെള്ള സംഭരണി പ്ലാനൊക്കെ മൂപ്പർക്ക് നന്നേ ബോധിച്ചിരിക്കുന്നു. അപ്പോൾ മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ഒരു എന്താ പറയുക, ഒരു മറ്റേ ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്കിലുള്ള മഴവെള്ള സംഭരണിയല്ല. 5 ഏക്കർ സ്ഥലം പൂർണ്ണമായിട്ടും മഴവെള്ള സംഭരണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഞാൻ ഈ പറഞ്ഞ 10-15 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അവിടുന്ന് കുടിവെള്ളം എടുത്ത് മദ്യം ഉണ്ടാക്കരുത്. ശിവരാജൻജിക്ക് അത്രേ പറയാണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ അവിടുത്തെ വെള്ളമല്ലല്ലോ എടുക്കുന്നത്, മഴവെള്ളല്ലേ യൂസ് ചെയ്യുന്നത്. ഹായ്, മഴയില്ലാത്ത സ്ഥലത്തെ മഴവെള്ള സംഭരണി പ്ലാൻ വേറെ ആര് വിശ്വസിച്ചില്ലെങ്കിലും ശിവരാജൻജി വിശ്വസിച്ചു. ഗോവിന്ദ മാഷേ, പ്ലാൻ സക്സസ്. ഒരു ഭാഗത്ത് BJP പ്രതിഷേധം, മറുഭാഗത്ത് BJPയുടെ സപ്പോർട്ട്. കാലിക്കുടങ്ങളുമായി മഹിളാ മോർച്ച MP രാജേഷിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുമ്പോൾ തൊട്ടപ്പുറത്തെ സൈഡില് ഒന്നും അറിയാതെ ബ്രൂവറിയെ നമ്മുടെ N ശിവരാജൻ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. സുഹൃത്തുക്കളെ, സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ജലസൂചനമില്ലാതെ അവരിപ്പോൾ പറമ്പിക്കുളം ആളിയാർന്ന് വെള്ളം കൊണ്ടുവരാം. ചുറ്റും നമ്മുടെ കൃഷ്ണൻകുട്ടിയാറ്റം മരിച്ചാൽ കൊഴിഞ്ഞാൻ വഴിക്ക് കൊണ്ടുവരാം. മേട്ടൂർ ഡാമിൽ വരാം, അവിടെ നമ്മുടെ വാളാരോടിക്ക് കൊണ്ടുവരാം. ആ കമ്പനി വലിയ കമ്പനിയാണ്. അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിന് ഹെലികോപ്റ്റർ വഴിക്ക് വെള്ളം കൊണ്ടിറക്കാം. എന്നിട്ട് അവർ കമ്പനി തുടങ്ങിക്കോട്ടെ. അതായത് ജലചൂഷണമില്ലാതെ അത് തെറ്റില്ല, അതല്ല നയം. അല്ല ശിവരാജൻജി, ആ കമ്പനിയെങ്കിലും ഒന്ന് തള്ളി പറഞ്ഞില്ലെങ്കിൽ പാർട്ടിക്ക് മൊത്തത്തിലൊരു ക്ഷീണായിരിക്കില്ലേ? എനിക്ക് ഈ കമ്പനിയെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് അറിയാത്ത കാര്യമാണ്. ജില്ലാ നേതൃത്വം വേണം, ജില്ലാ നേതൃത്വം ഞങ്ങൾ ചർച്ച ചെയ്യണം. ഞങ്ങൾ കൂടുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും. ശരി, കമ്പനിനെ കുറിച്ചൊന്നും അറിയാണ്ടാണോ ഇത്രയും ഡയലോഗ് അടിച്ചത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. എനിക്ക് ഈ കമ്പനിയെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് അറിയാത്ത കാര്യമാണ്. ജില്ലാ നേതൃത്വം വേണം, ജില്ലാ നേതൃത്വം ഞങ്ങൾ ചർച്ച ചെയ്യണം. ഞങ്ങൾ കൂടുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും. BJPക്ക് 16 ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ട് കേരളത്തിൽ. ഇന്ത്യയിൽ 15 കോടിയിലധികം ആളുകൾ BJPയുടെ മെമ്പർമാരാണ്. അപ്പോൾ അവർക്കൊക്കെ പല ആളുകൾക്കും, സാധാരണക്കാരായ ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള അധികാരം BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ശിവരാജൻജി പറഞ്ഞതിന് നൈസായി എല്ലാവരും ഒതുക്കാൻ നോക്കിയെങ്കിലും പുള്ളി പറഞ്ഞതൊക്കെ നാട്ടുകാർ മുഴുവനും കേട്ടിട്ടുണ്ട്. അതായത് പാലക്കാട് കഞ്ചിക്കോട് സർക്കാരിന്റെ ബ്രൂവറി വരുന്നതില് BJPക്ക് അകത്ത് ഭിന്നതയുണ്ട് എന്ന് സാരം. കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നല്ലേ എല്ലാവരുടെയും വിഷമമുണ്ടായിരുന്നത്. ഇപ്പൊ എന്തായി? സർക്കാരും സർക്കാരിന്റെ ഓപ്പോസിറ്റ് ഉള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടാ. ഇപ്പോഴാണ് കുടിവെള്ളത്തിന്റെ കാര്യം ശരിക്കും കളറായത്.